നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 13/8/2020 വ്യാഴാഴ്ച വൈകിട്ട് റബ്ബർ വില, സ്വർണ്ണവില. സംസ്ഥാനത്ത് ഇന്ന് നേരിയ ഇടിവാണ് സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 115, ഒരു പവൻ്റെ മുകളിൽ 920 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. ഓണക്കാലം അടുക്കുന്നതോടെ സ്വർണ്ണവിലയിൽ വർധനവുണ്ടാകുമെന്നാണ് സ്വർണം വാങ്ങിവെച്ചവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം വെള്ളി വില ഒരു ഗ്രാമിൻ്റെ മുകളിൽ 255 10 ഗ്രാമിൻ്റെ മുകളിൽ 2550 രൂപയാണ് വില വരുന്നത്. അമേരിക്കയിൽ പണപ്പെരുപ്പം കുറഞ്ഞെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൻ്റെയും എണ്ണവില വർധനയുടെയും പശ്ചാത്തലത്തിൽ പലിശഭാരം കൂടാൻ തന്നെയാണ് സാധ്യതയെന്ന വിലയിരുത്തലുകളാണ് സ്വർണ്ണവിലയെ ഉച്ചയ്ക്ക് ഇടിവിന് വഴിവെച്ചത്. ഇന്നത്തെ വിശദമായ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,080, ഒരു പവൻ 1,12,640. അതുപോലെ 24 ക്യാരറ്റ് 15,360, ഒരു പവൻ 1,22,880. അതുപോലെ 18 ക്യാരറ്റ് 11,520, ഒരു പവൻ 92,160. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS ബ്ലോക്കിൽ 281, RSS പൈക്കിൽ 278, ISNA20 256, ലാറ്റക്സ് 60% DRCയിൽ 200 രൂപ 75 പൈസ. ഇതാണ് കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS ബ്ലോക്കിൽ 281, RSS പൈക്കിൽ 278. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 274, RSS പൈക്കിൽ 271. ഇത് വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 269 രൂപ 96 പൈസ, RSS 2 268 രൂപ 22 പൈസ, RSS 3 266 രൂപ 64 പൈസ, RSS 4 265 രൂപ 77 പൈസ, RSS 5 265 രൂപ 34 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്ന് റബ്ബർ വില തകർന്നടിഞ്ഞിരിക്കുകയാണ്. RSS 4-ന് 2 രൂപയാണ് കുറഞ്ഞത്, RSS 5-ലും 2 രൂപ കുറഞ്ഞു. ISNA20 മാറ്റമില്ലാതെ, ലാറ്റക്സിനും മാറ്റമില്ലാതെ തുടരുകയാണ്. വിദേശ വില ഒന്ന് അനക്കം വെച്ചിട്ട് വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഓണനാളുകളാണ് ഇപ്പോൾ. മാലിന്യമുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ ഓണാഘോഷങ്ങൾക്കായി സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന ഹരിത ഓണം 2026 ക്യാമ്പയിൻ്റെ ഔദ്യോഗിക ലോഗോ മുഖ്യമന്ത്രി VD സതീശനും മന്ത്രി KM ഷാജിയും ചേർന്ന് പ്രകാശനം ചെയ്തു. ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റി ചെയർമാൻ V മുരളീധരൻ MLAയും ഉണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ എല്ലാ കടകളും ചെക്ക് ചെയ്യാണ്, ഹോട്ടൽ ഉൾപ്പെടെ. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.